ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മിനി മോട്ടീവ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് സയൻസ് എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് റീഡ് ദ ടോപ്പിക് ഇൻ അഡ്വാൻസ് എന്നുള്ളതാണ്. അതായത് സയൻസ് നമുക്ക് നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണോ അത് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇത് നമ്മളെ എളുപ്പത്തിൽ മനസ്സിലാക്കി പഠിക്കാനായിട്ട് സഹായിക്കും. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റൈറ്റ് കീ പോയിൻറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾ ടെക്സ്റ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില കീവേഡ്സ് ഒക്കെ കാണും. അതൊക്കെ എഴുതി വെക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കണം. കാരണം ഇത് നമ്മുടെ മൈൻഡിനെ എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാനായിട്ടുള്ള ഒരു ഹിൻ്റാണിത്. അതായത് നമ്മുടെ മൈൻഡിന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പോലും ഈ കീ പോയിൻറ്റ്സ് ഒക്കെ ഓർമ്മിച്ചിരിക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കും. അപ്പം ഇങ്ങനെ കീ പോയിൻറ്റ്സ് എഴുതി വെക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് എന്നുള്ളതാണ്. അതായത് ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. അതുകൊണ്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതേസമയം കെമിസ്ട്രി ആണെങ്കിൽ ഇക്വേഷൻ അടിസ്ഥാനമാക്കിയിട്ട് കെമിസ്ട്രിയുടെ റിയാക്ഷൻസ് വ്യക്തമായിട്ട് പഠിക്കുകയും സ്വയമായിട്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അസോസിയേറ്റ് കൺസെപ്റ്റ് ഇൻ ബയോളജി. ബയോളജി പഠിക്കുമ്പോൾ മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ ആ കൺസെപ്റ്റ് നമ്മുടെ ബ്രെയിനിൽ ലോങ് ടൈം കീപ്പ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റിലേറ്റ് വിത്ത് പ്രാക്ടിക്കൽ തിങ്സ്. അതായത് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി പോലുള്ള സബ്ജക്റ്റിനൊക്കെ പ്രാക്ടിക്കൽ ഉണ്ടാവും. അപ്പോൾ തിയറി പഠിക്കുമ്പോൾ എപ്പോഴും പ്രാക്ടിക്കലുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഈസി ആക്കാനായിട്ട് സഹായിക്കും. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലാസ്റ്റത്തെ പോയിൻ്റാണ് റീകോൾ വാട്ട് യു ഹാവ് സ്റ്റഡീഡ്. അതായത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീകോൾ ചെയ്തുകൊണ്ടിരിക്കണം. പഠിച്ചു കഴിഞ്ഞു. ഈ 5 പോയിൻ്റാണ് മെയിനായിട്ടുള്ളത്. ആറാമത്തേന്ന് പറയുന്നത് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അത് വീണ്ടും റീകോൾ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു വീക്ക്ലി എക്സാംസോ മന്ത്ലി എക്സാംസോ ഒക്കെ ഇട്ടിട്ട് നിങ്ങളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് വീണ്ടും പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ റിവ്യൂ ചാപ്റ്റർ ആഫ്റ്റർ സം ഡേയ്സ്. കുറേ ഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് ചാപ്റ്റർ പിന്നെയും 1 തൊട്ട് വായിച്ചെടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. ഇങ്ങനെ പഠിക്കുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ സയൻസിൽ ടോപ്പറാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.